ഹലോ ഹായ്. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കണതേ പുത്തൂർ വയലിലാണ് കേട്ടോ. ഗൂഡല്ലൂർ പുത്തൂർ വയൽ അറിയും. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു നല്ലൊരു വീട് കാണിച്ചു തരാം. ഒരു 5 BHK ആണ് കേട്ടോ. അത് ഇത് കണ്ടോ, അടിപൊളി വീടാണ്. നല്ല വ്യൂസും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളോടും കൂടിയ വീട്. അപ്പോൾ നമ്മൾക്കിത് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഓക്കെ, നമുക്ക് കണ്ടാലോ. അപ്പോൾ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്കിതൊന്ന് കാണാം കേട്ടോ. ഗൂഡല്ലൂരിൽ നിന്ന് വരുന്ന റോഡാണ് കേട്ടോ പുത്തൂർ വയലിൽ. ഇത് കണ്ടോ, റോഡ് സൈഡിലാണ് നമ്മളെ വീട് നിൽക്കുന്നത്. നല്ല ഗാർഡനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ല ഒരു വീടാണ്. ഇത് കണ്ടോ, ഗാർഡനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. ഇതാണ് താഴേക്ക് ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ റിസോർട്ട് ഉണ്ടവർക്ക് റിസോർട്ടാക്കാം, താമസിക്കണമെങ്കിൽ അങ്ങനെ അതിനും ചെയ്യാം. അപ്പോൾ ഇത് കൊടുക്കാനുള്ള വീടാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാനിതിൻ്റെ താഴെ നമ്പർ കൊടുക്കാം കേട്ടോ, കോണ്ടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം. ഇതാണ് ഇതിന് ചെന്ന് കയറണ ഇത് കേട്ടോ, സിറ്റ് ഔട്ട്. കേട്ടോ, സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ നോക്കിയാൽ ഫുൾ നല്ല വ്യൂസാണ് കാണുന്നത്. ചെറിയൊരു ഗാർഡനും കാര്യങ്ങളൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കൊടുക്കണമെങ്കിൽ ചെയ്യും ചെയ്യാം. അതിനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ സൗകര്യങ്ങളായിട്ടുണ്ട് കേട്ടോ. ഇവിടെ മരത്തിൻ്റെ ഇതുകളാണ്, ഡോറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതിന്. ഇത് കണ്ടോ, മരത്തിൻ്റെ ഡോറാണ്. ഇതിങ്ങനെ ഇങ്ങോട്ട് ചെന്നാൽ പിന്നെതാ വലിയൊരു ഹാളാണ്. ഹാളിൽ ഇവരിപ്പം ഹോം സ്റ്റേ ആയിട്ട് കൊടുക്കണതുകൊണ്ട് ഇതിൽ ബെഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. താഴെ 3 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമും. താഴെയും തനിയെ കിച്ചനുണ്ട്, മുകളിലും തനിയെ കിച്ചനുണ്ട് കേട്ടോ. അങ്ങനെ ഒന്ന് താമസിച്ചിട്ട് മറ്റേത് വാടകയ്ക്ക് കൊടുക്കണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം നമുക്ക്. നല്ല സൗകര്യമുണ്ട്. ഇതുണ്ടോ, ഒരു ബെഡ്റൂമാണിത്. ഇതൊരു ചെറിയൊരു ബെഡ്റൂം, നല്ലൊരു ബെഡ്റൂമാണ്. അത്യാവശ്യം സൗകര്യമുള്ളൊരു ബെഡ്റൂമാണ് കേട്ടോ. പിന്നെ അതാ കോമണായിട്ടൊരു ബാത്റൂം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സൗകര്യമുള്ളൊരു വലിപ്പവും കാര്യങ്ങളൊക്കെ ഉള്ള എല്ലാത്തിനും ഇതായിട്ടുള്ളൊരു ബാത്റൂമാണ് കേട്ടോ അത്. പിന്നെ അതാ അതിനോടടുത്തായിട്ട് തന്നെ ഒരു ബെഡ്റൂമുണ്ട്. ഇത് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ഒരു ബെഡ്റൂമാണ് കേട്ടോ. ഉണ്ടോ, അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂം. അതിനോട് ചേർന്നിട്ട് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും കൂടി ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇതാണ് ഈ ബെഡ്റൂം. മുകളിൽ സ്റ്റോറേജൊക്കെ വെക്കാനൊക്കെ ഉള്ള സ്റ്റോറേജ് ഏരിയകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ബെഡ്റൂമാണ്. പിന്നെ അതാ അതിന് ഓപ്പോസിറ്റായിട്ട് തന്നെ വേറൊരു ബെഡ്റൂമും കൂടി. ഇതും അത്യാവശ്യം സൗകര്യമുള്ള ഒരു ബെഡ്റൂമാണ് കേട്ടോ. കണ്ടോ, ഇതാണ്. ഇതിൻ്റെയൊക്കെ ഡോറുകളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഡോറുകളും കാര്യങ്ങളും മരത്തിൻ്റെ എല്ലാം ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. ആളിന്ന് അങ്ങനെ കയറുന്നതാണ്. ഒരു കിച്ചനാണ് കേട്ടത്. കിച്ചൺ ക്യാബിനറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം നല്ല
ലോഫ്റ്റ് ഏരിയ നല്ല കേട്ടോ, ലോഫ്റ്റ് ഏരിയയിലൊക്കെ നല്ല സ്റ്റോറേജ് സ്പേസസ് ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കിച്ചൺ. ഈ കിച്ചണിൽ നിന്ന് അങ്ങനെ ഇറങ്ങണത് കണ്ടോ, ഈ ഡോറ് ഇങ്ങനെ ഇറങ്ങണതാണ് ഒരു വർക്കിംഗ് സ്പേസാണ് കേട്ടോ, വർക്കിംഗ് ഏരിയ. നല്ല വലിയൊരു വർക്കിംഗ് ഏരിയയാണ് കേട്ടോ അത്. ഇത് താമസമില്ലാത്തത് കൊണ്ട്, താമസക്കാരൊന്നും ഇല്ലാത്തത് കൊണ്ട് ഹോം സ്റ്റേ ആയിട്ട് കൊടുത്തിരുന്നതാണ്. എല്ലാവരും വരുന്നവർക്ക്, വാങ്ങുന്നവർക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. താമസിക്കണമെങ്കിൽ അതിന് വേണ്ട എല്ലാ സൗകര്യവും ഉണ്ട്. രണ്ടും വേണ്ടവർക്കും ചെയ്യാം. അല്ല താഴെ ഇഞ്ഞ് വാടകയ്ക്ക് കൊടുത്തിട്ട് നമുക്ക് മുകളിൽ വാടകയ്ക്ക് കൊടുത്തിട്ട് താഴെ താമസിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സൗകര്യമുണ്ട് കേട്ടോ. രണ്ട് ഭാഗത്തും കിച്ചണും കൊടുത്തിട്ടുണ്ട്, രണ്ട് താഴെയും മുകളിലായിട്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഇതിൻ്റെ ബാക്ക് ഏരിയ ഇങ്ങനെയാണ് കേട്ടോ. നമുക്ക് അലക്ക് കല്ല് കാര്യങ്ങളെല്ലാം ഉള്ള നല്ല സ്പേസസ് ആണ്. ഇത് കണ്ടോ, ഇതിൽ കണ്ടോ എല്ലാ ഫ്രൂട്ട്സ് മരങ്ങളും ഉണ്ട്. അത് നമുക്ക് കാണിക്കാം കേട്ടോ. ഇതൊരു ഡബിൾ സ്റ്റോറി വീടാണ് കേട്ടോ. ഇതിന് ബാക്കിലേക്കുള്ള മുകൾക്കുള്ള ഇത് സ്റ്റെയർ കേസ് പുറത്തു കൂടെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ പുറത്തു കൂടെ പോയാൽ താഴെ താമസിക്കുന്നവർക്ക് യാതൊരു ഡിസ്റ്റർബും ഉണ്ടാവില്ല. അതിന് കറക്റ്റ് ചെയ്തിട്ടാണ് അങ്ങനെ കൊടുക്കുമ്പോൾ. ഇത് ബാൽക്കണിയാണ് ഇതിൻ്റെ. ഇതിങ്ങനെ ബാൽക്കണിയിൽ നിന്ന് ഇങ്ങനെ കയറുന്നത് ഇതിൻ്റെ വലിയൊരു ഹാളാണ് കേട്ടോ. കണ്ടോ, അത്യാവശ്യം നല്ല സ്പേസസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇത് കണ്ടോ, വലിയൊരു ബെഡ്റൂമാണ് ഇതിന്. ഇതിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമാണിത്. രണ്ട് കട്ടിലാണ് ഇവരിതിൽ ഇട്ടിട്ടുള്ളത്. ഇത് കണ്ടോ, നല്ല സൗകര്യമുണ്ട്. ഇതാണ് കേട്ടോ അടുത്ത ബെഡ്റൂം. ഇത് കണ്ടോ, ഇതും നല്ല സ്പേസസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ്. ഒരു ഡ്രസ്സിങ് ഗ്ലാസ്സൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ, നല്ല ലോങ് ആയിട്ട്. റൂമാണ് കേട്ടോ ഈ മുകളിലുള്ളത്. നല്ല ഒരു ബാത്റൂമുണ്ട്, സൗകര്യമായിട്ടുള്ളൊരു. ഇതൊരു വാഷ് ബേസിന് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡൈനിങ്ങും ആയിട്ട് യൂസ് ചെയ്യാം. ഇവിടെ ഒരു കട്ടിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ ഒരു ചെറിയ കിച്ചൺ ഏരിയയാണ് കേട്ടോ, ചെറിയൊരു കിച്ചണായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ, ഒരു കുഞ്ഞ് കിച്ചണ്. അല്ലാതെ വീടായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ഇത് വേറെ എന്തെങ്കിലും ആക്കി മാറ്റാം. ഒരു ബാത്റൂമോ കോമൺ ബാത്റൂമോ ആക്കിയിട്ടോ ഒക്കെ അങ്ങനെ ചെയ്യാനും പറ്റും. അല്ലാത്തവർക്കാണെങ്കിൽ ഇത് മേലെ വാടക കൊടുക്കുമ്പോൾ അങ്ങനെ ചെയ്യാം. ഹോം സ്റ്റേ ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം കണ്ടോ, ഒരു സ്റ്റോറേജ് ഏരിയ ഉണ്ട് കേട്ടോ അവിടെ. നല്ലൊരു ഏരിയയാണ് കേട്ടോ. ഇത് ബാൽക്കണിക്കുള്ള ഡോറാണ് കേട്ടോ.
ഇതിങ്ങനെയാണ് തുറന്ന ഒരു ബാൽക്കണിയാണ്. നല്ല ലോങ് ആയിട്ടുണ്ട്, ലെങ്തി ആയിട്ടുള്ളൊരു ബാൽക്കണിയാണ് കേട്ടോ. കേട്ടോ നല്ല വ്യൂ ആണ് ഇവിടെ ഇരുന്നാലും. മലകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സെറ്റായിട്ടുണ്ട്. ഒരു ചായയൊക്കെ നല്ല മഴയിൽ ഇവിടെ ഇരുന്നിങ്ങനെ കട്ടനൊക്കെ കുടിച്ച് വൈകുന്നേരം വർത്താനം പറഞ്ഞിരിക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലം. ഇങ്ങനെ പുറത്ത് വന്നിട്ട് പിന്നെ മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് ഇതിൻ്റെ ഉള്ളിൽ ഇതിൽ തന്നെ കേട്ടോ. ഈ ബാൽക്കണിയിൽ നിന്നാണ് കേട്ടോ ഇതിൻ്റെ സിറ്റ് ഔട്ട് ഏരിയന്ന്. ഇത് കണ്ടോ, ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്. നമ്മൾക്ക് ഇവിടെ ക്ലിയർ ചെയ്തിട്ട് 2 ടേബിളോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരുന്ന് ചായ കുടിക്കാനോ വൈകുന്നേരം വർത്താനം പറഞ്ഞ് ഫാമിലിയൊക്കെ എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടെങ്കിൽ ഒക്കെ നടത്താനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണ്. ഇവിടെ നിന്ന് നിങ്ങൾ കാണുന്നുണ്ടോ, ഇങ്ങനെ നോക്കിയാൽ നമ്മളെ മലനിരകൾ ഇങ്ങനെ കാണാം. നീലഗിരി മലനിരകളാണ് കേട്ടോ ആ കാണുന്നത്. വാട്ടർഫാൾസ് കാണുന്നുണ്ടോ, കണ്ടോ? ഇതൊക്കെ കുറച്ചും കൂടി കഴിയുമ്പോൾ നല്ല വെള്ളം ചേട്ടൻ കാണാം ഇവിടുന്ന് തന്നെ. ഇതാണ് ഇതിൻ്റെ അപ്സ്റ്റെയറിൽ നിന്ന് കാണുന്ന കാഴ്ചകൾ. ഇവിടെ നമുക്ക് വല്ല ഫങ്ഷന് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ക്ലിയർ ചെയ്തിട്ട് 4 ടേബിളും കാര്യങ്ങളൊക്കെ ഇട്ടാൽ ചെറിയ ചെറിയ ബർത്ത്ഡേ പാർട്ടി കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ നല്ല സൗകര്യമാണ് കേട്ടോ. ഇതുണ്ടോ, കേടാണ് കേട്ടോ. ഇതിൽ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്, നല്ല ലെങ്തി ആയിട്ടുള്ളൊരു ഏരിയയാണ്. ഇതിനോട് അനുബന്ധിച്ച് തന്നെ നല്ലൊരു ഫ്രൂട്ട്സ് ഗാർഡനാണ് കേട്ടോ. ഈ ഫ്രൂട്ട്സ് ഗാർഡനിൽ എല്ലാ വെറൈറ്റി ഫ്രൂട്ട്സുകളും ഉണ്ട്. ബട്ടർ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ അവക്കാഡോ, ഇത് കണ്ടോ ഒക്കെ കായ്ച്ച് നിൽക്കുന്ന മരങ്ങളാണ്. പപ്പാഴ, എല്ലാ സൈസ് മാംഗോയും ഉണ്ട്. തെങ്ങ് മുതൽ എല്ലാം ഉണ്ട്. ഇത് കണ്ടോ, പ്ലാവ്, സപ്പോട്ട, 2 വിധം ചാമ്പ ഒക്കെ ഉണ്ട്. കരിവേപ്പും. ഇത് കണ്ടോ സപ്പോട്ടയാണ് കേട്ടത്. ചെറിയ ചെറിയ കായ്കളുണ്ട്, വരുന്നേ ഉള്ളൂ. കായിൻ്റെ സീസണായിട്ടില്ല തോന്നുന്നുണ്ട് കായ്ക്കാൻ. ഇത് കണ്ടോ പനീർ ചാമ്പയാണത്, വലിയൊരു ചാമ്പ മരം. ഇത് നമ്മളെ സാധാ ചാമ്പ. നല്ല ചക്കൊക്കെ പഴുത്ത് നിൽക്കുന്നുണ്ട്, ചക്ക മാങ്ങ എല്ലാം. എല്ലാ സൈസും ഉണ്ട് കേട്ടോ മാങ്ങ, എല്ലാ മാമ്പഴങ്ങളും ഉണ്ട്. ഇതാണ് കേട്ടോ ഇവിടെ വെള്ളത്തിന് കിണറാണ് കേട്ടോ, കിണർ സൗകര്യമാണ്. നല്ല വെള്ളമുണ്ട് കേട്ടോ, ഫുള്ളാണ് വെള്ളം. ചെറിയ മാവിൻ്റെ മുകളിലാണ് കേട്ടോ അക്കിമാക്ക പൊറുക്കാനും. നല്ല മാങ്ങയാണ് കേട്ടോ, എല്ലാതും ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വേണ്ടവർക്ക് ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർ ഞാനിതിൻ്റെ താഴെ നമ്പർ കൊടുക്കാം, കോണ്ടാക്ട് ചെയ്താൽ മതി. വെല്ലട്ടോളൂ ചെറിയ അക്കിമാക്കാൻ്റെ മേത്ത് കൂകണ്ട. വേണ്ടോ നല്ല മാങ്ങയുണ്ട്, നല്ല ഒട്ടുമൂച്ചികളാണ് ഒക്കെ അല്ലേ. കിളിച്ചുണ്ട മാങ്ങയാണോ അത്? ഇതെന്താ മാങ്ങാണാവല്ലേ? നീലം മാങ്ങ, നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്, നല്ലൊരു സ്മെല്ലുണ്ട്, ചക്ക ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. അപ്പം ഈ വീടും പരിസരങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടവർ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ആർക്കെങ്കിലും വാങ്ങാൻ ഐഡിയ ഉണ്ടെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, കോണ്ടാക്ട് ചെയ്യുക. ഇതാണ് കേട്ടോ വീട്, കാണണ്ടോ? ഇത് ഒറിജിനൽ പട്ടയാണ് കേട്ടോ. സ്പോട്ട് രജിസ്ട്രേഷൻ നടക്കണ സ്ഥലമാണ്. രജിസ്ട്രേഷനും ഇതൊക്കെ പെട്ടെന്ന് നടക്കണ
ലാൻഡാണ്. അതുകൊണ്ട് ഒരു ടെൻഷനും ഇല്ലാതെ വാങ്ങാം നിങ്ങൾക്ക്. എല്ലാ സൗകര്യത്തോടു കൂടിയൊരു വീട്. അപ്പോൾ വേണ്ടവർ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ.